ഭീഷണികൾക്ക് മറുപടിയുമായി CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. TP ചന്ദ്രശേഖരൻ ശുഖവിവാദങ്ങൾ വിപ്ലവമല്ല വൈകൃതമാണെന്ന് മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ മറുപടിയുമായി എത്തിയത് ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വാദപ്രതിവാദങ്ങളും ഒന്നും ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മനു തോമസ് പല കാര്യങ്ങളും തുറന്നടിച്ചിരിക്കുന്നു FB പോസ്റ്റ് വഴി. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്? അർജുനായങ്കിക്കും ആകാശ് തില്ലങ്കേരിക്കും ഒക്കെയുള്ള ഒരു മറുപടി തന്നെയാണ് ഇത്തരത്തിൽ മനു തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല P ജയരാജനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, അതായത് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്തരത്തിൽ മനു തോമസ് നൽകിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ താൻ ഒരു പോസ്റ്റ് ജയരാജനെതിരെ ഇട്ടപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളത്, അതിൽ പ്രതികരണവുമായി വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സംഘങ്ങളാണ്. അത്തരത്തിൽ എന്തിനാണ് അവർ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് മനു തോമസ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ജയരാജനെ താൻ പറയുന്നു, ജയരാജന് വേണ്ടി പറയുവാൻ വരുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘമാണെന്നുള്ളതാണ് മനു തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല TP വധക്കേസ് അടക്കമുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, ഷുഹൈബ് വധക്കേസ് അടക്കമുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയൊന്നും നടന്നിട്ടുള്ളത് വിപ്ലവമല്ല വൈകൃതമാണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനു തോമസ് പറയുന്നത്. നേരത്തെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മനു തോമസ് അംഗത്വം എടുക്കാതെ, അതായത് ആ പാർട്ടിയുടെ അംഗത്വം എടുക്കാതെ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് മനു തോമസ് പുറത്തായത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ താൻ ഒരു വർഷമായി ഈ പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നു. മാത്രമല്ല ഷാജറും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സംഘവും അടക്കം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ഇദ്ദേഹം മനു തോമസ് പറയുന്നു. തുടർന്ന് MP ജയരാജനോട് ചോദിച്ചപ്പോൾ അത്തരത്തിൽ തനിക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല, ഷാജറിനെ പറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിയോ ആ കത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു. അതായത് ഒരു കത്ത് നൽകിയിരുന്നു CPM സെക്രട്ടറിക്ക്, പക്ഷേ ആ ഒരു കത്തിൽ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ആ കത്ത് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, മനു തോമസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കത്തിൽ ഉൾപ്പെടുന്നു, ആളുകളുടെ പേര് ഉൾപ്പെടുന്നു. അതിനുശേഷമാണ് P ജയരാജൻ ഒരു പോസ്റ്റ് ഇത്തരത്തിൽ ഇടുന്നത്. അതായത് ഇതാരാണ്, മനു തോമസ് ആരാണ്, ഇത്രയും നാൾ ഇവിടെ ഇല്ലാത്ത ആൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള ഒരു പോസ്റ്റ് ഇടുന്നു. തൊട്ടടുത്ത് തന്നെ പിന്നീട് അർജുനായെങ്കിലും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയും മറ്റൊരു പോസ്റ്റ് ഇടുന്നു. ഈ മനു തോമസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അതായത് വായടപ്പിക്കാൻ തങ്ങൾക്ക് അറിയാം എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇടുന്നത്. അതിനുശേഷമാണ് മനു തോമസിന്റെ വക ഒരു പോസ്റ്റ് അതിനു മുമ്പേ തന്നെ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുണ്ടായിരുന്നു. അതായത് P ജയരാജൻ പാർട്ടിയിൽ ഗ്രൂപ്പ് വളർത്താൻ ശ്രമിക്കുന്ന ആളാണ്. മാത്രമല്ല ക്വാറി മാഫിയകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ പ്രദേശവും, അതായത് മാഫിയകളുള്ള ഓരോ പ്രദേശങ്ങളിലും ഒരു ലോക്കൽ സെക്രട്ടറിയെ തൻ്റെതായ രീതിയിൽ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് ആകാശ് തില്ലങ്കേരിയും അർജുനായെങ്കിലും രൂക്ഷമായ ഒരു പ്രതികരണവുമായി വന്നിട്ടുള്ളത്, മനു തോമസിനെതിരെ വന്നിട്ടുള്ളത്. പാർട്ടിക്കെതിരെ പറയാൻ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം അടക്കം ചോദിക്കുന്നു. റെഡ് ആർമിയിൽ അടക്കം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ഇതിനൊക്കെയുള്ള മറുപടിയാണ് മനു തോമസ് ഇന്ന് നൽകിയിട്ടുള്ളത്. താൻ പറയുന്ന കാര്യങ്ങൾ തനിക്കറിയാം, പക്ഷേ എന്തിനാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ തന്നോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്? P ജയരാജനോട് താൻ കത്തിക്കയറുമ്പോൾ, അല്ലെങ്കിൽ താൻ P ജയരാജന് മറുപടി കൊടുക്കുമ്പോൾ അതിനുള്ള മറുപടി തരേണ്ടത് ഇവരാണോ എന്നുള്ളത് കൂടി മനു തോമസ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ മനു തോമസിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. അതായത് BJP ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മനു തോമസിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തീർച്ചയായും അന്വേഷണം വേണം, കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇന്നും DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CBI അന്വേഷണം അടക്കം ഇതിൽ നടത്തേണ്ടതുണ്ടെന്ന് DCC പ്രസിഡന്റ് അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ നേരിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെയും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. CPMന്റെ ഭാഗത്തുനിന്നും നേരിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. അതായത് മനു തോമസ് പറയുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിക്കുന്നത്. ഒന്ന്, P ജയരാജൻ ഈ പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കി എന്നുള്ളത് പറയുന്നു. മാത്രമല്ല ക്വാറി മുതലാളിമാരെ സഹായിക്കുവാൻ വേണ്ടി P ജയരാജൻ തുനിയുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കടക്കം, ഗുണ്ടാ സംഘങ്ങൾക്കടക്കം, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കടക്കം പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇതിനൊന്നും മറുപടി പറയുവാൻ ഇതുവരെയും CPM നേതൃത്വം തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ എന്താണ് CPMന്റെ നിലപാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലക്ഷ്മി.